വെൽക്കം ടു CMR ലാൻഡ് സ്റ്റഫ്. ജോസഫ് ടു എലിസബത്തിൻ്റെ ഏജിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1ൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് റിഫോർമേഷൻ. So Reformation was a 16th century movement that aimed to reform the Catholic Church and it led to the establishment of Protestantism. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡിൽ ഏജിൽ കാത്തലിക് ചർച്ചിൻ്റെ ഡോമിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ അവരുടെ ചില രീതികൾ, ചില വിശ്വാസങ്ങളൊക്കെ അന്നത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ പോകെ പോകെ ജനങ്ങൾ ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ തുടങ്ങി, ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ സന്നദ്ധരല്ലാത്തൊരു സാഹചര്യം വന്നു. സോ ഇതിനകത്ത് മെയിൻ ഇഷ്യൂസായിട്ട് വരുന്നത് കാത്തലിക് ചർച്ചിൻ്റെ കറപ്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ തിയോളജിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ കാത്തലിക് ചർച്ചിൻ്റെ ഈ പ്രാക്ടീസസിനെതിരെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളായിരുന്നു മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ. റിഫോർമേഷൻ ലീഡേഴ്സാണ് അവർ. അപ്പോൾ ലീഡേഴ്സിൻ്റെ എല്ലാം, റിഫോർമേഷൻ ലീഡേഴ്സിൻ്റെ എല്ലാം ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടു കറക്റ്റ് പെർസീവ്ഡ് കറപ്ഷൻ ആൻഡ് തിയോളജിക്കൽ ഇഷ്യൂസ് വിതിൻ ദ ചർച്ച്. റിഫോർമേഷനിൽ ഇനി എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിഫോർമേഷൻ ലീഡേഴ്സായിട്ടുള്ള മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ ഇവരെല്ലാം ഫോളോ ചെയ്യുന്നത് ജോൺ വിക്ലിഫ് മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങളായിരുന്നു. സോ ജോൺ വിക്ലിഫ്, ഹി വാസ് എൻ ഇംഗ്ലീഷ് തിയോളജിയൻ ആൻഡ് റിഫോമർ ആൻഡ് ഹീ ഈസ് കോൾഡ് ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ. അപ്പോൾ അദ്ദേഹം വളരെ മുന്നേ തന്നെ കാത്തലിക് ചർച്ചിൻ്റെ പ്രാക്ടീസസിനെയും ഡോക്ട്രിൻസിനെയും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം, ഹി ട്രാൻസ്ലേറ്റഡ് ദ ബൈബിൾ ഇൻ ടു മിഡിൽ ഇംഗ്ലീഷ്, മേക്കിംഗ് ഇറ്റ് ആക്സസിബിൾ ടു കോമൺ പീപ്പിൾ. ദെൻ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ്, അദ്ദേഹം കൊണ്ടുവന്ന കുറേ ആശയങ്ങളെല്ലാം പിന്നീട് വന്നിട്ടുള്ള മാർട്ടിൻ ലൂതർ, ജോൺ ഹെസ്ജോൺ അവരൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എല്ലാം അദ്ദേഹത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് റിഫോർമേഷൻ്റെ ഒരു ഇമ്പാക്റ്റ്, എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഫസ്റ്റ് മെയിൻ പോയിൻ്റാണ് സ്പ്ലിറ്റ് ഇൻ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി. അതായത് ഈ ഒരു റിഫോർമേഷനിലൂടെ ക്രിസ്ത്യാനിറ്റി, പ്രൊട്ടസ്റ്റാൻറ്റിസം ആൻഡ് കാത്തോലിസിസം എന്ന് പറയുന്ന രണ്ട് വിഭാഗമായിട്ട് മാറി. അതുപോലെ ചർച്ചിനകത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നു, പല ആശയങ്ങളും നടപ്പിലാക്കപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പുതിയ രീതിയിൽ എഡ്യൂക്കേഷനെ ആണെങ്കിലും പൊളിറ്റിക്സ്, കൾച്ചർ എല്ലാ ഭാഗത്തും അതിൻ്റേതായ ഒരു സ്വാധീനം ചെലുത്താൻ റിഫോർമേഷന് ശേഷം കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു റിഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഡിബേറ്റാണ്. സോ ഈ ഒരു റിലീജിയസ് ഡിബേറ്റ് എങ്ങനെയായിരിക്കാം ലാംഗ്വേജിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കുക. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഈ ഒരു റിഫോർമേഷൻ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ബൈബിൾ ട്രാൻസ്ലേഷൻസ്. അപ്പോൾ ജോൺ വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതോടുകൂടി തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരുപാട് വൊക്കാബുലറി ആണെങ്കിലും സ്റ്റൈലിലും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വന്നു. അതുപോലെ മാർട്ടിൻ ലൂതർ, അതുപോലെ ടിൻഡേലെല്ലാം പാംഫ്ലെറ്റ്സുകളും സെർമൻസൊക്കെ എഴുതുന്നതിലൂടെ അവരുടെ റൈറ്റിങ്സ് അവർ കൊണ്ടുവന്നതോട് കൂടിയിട്ട് പുതിയ വാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. മാത്രമല്ല ജോൺ വിക്ലിഫ് മാത്രമല്ല ഇംഗ്ലീഷിനെ ബൈബിളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വില്യം ടിൻഡേൽ, അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ വന്നു. ആൻഡ് ഹി ട്രാൻസ്ലേറ്റഡ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ഇൻ ടു ഇംഗ്ലീഷ്, ഇൻഫ്ലുവൻസിങ് ലേറ്റർ വേർഷൻസ്. ദെൻ കിങ് ജെയിംസ് വേർഷൻ വന്നു. കിങ് ജെയിംസ് വേർഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കൾച്ചറിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻസ് മേഡ് ദ ബൈബിൾ ആക്സസിബിൾ ടു കോമൺ പീപ്പിൾ ആൻഡ് ഇമ്പാക്റ്റിംഗ് ലിറ്ററസി ആൻഡ് റിലീജിയസ് പ്രാക്ടീസ്. അത് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബൈബിൾ ട്രാൻസ്ലേഷനിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരുപാട് സ്റ്റൈലിലാണെങ്കിലും വൊക്കാബുലറിയിലാണെങ്കിലും ന്യൂ വേർഡ്സ് വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ലാംഗ്വേജിന് അത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ആളുകൾ വായിക്കുന്നു, ഒരുപാട് ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു ഭാഷയിലേക്ക് അത് മാറി. ഒരു ലാംഗ്വേജിൻ്റെ ഒരു എവല്യൂഷൻ മീൻസ് ഒരുപാട് ഫ്രേസസ്, ഒരുപാട് ഇഡിയംസ് ഒക്കെ ബൈബിളിൽ വന്നു, ഒക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പോൾ ഭാഷാപരമായിട്ടുള്ളൊരു മാറ്റം തീർച്ചയായിട്ടും ബൈബിൾ ട്രാൻസ്ലേഷനിലൂടെയും റിഫോർമേഷൻ അതിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. ദെൻ ഈ ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ്. റിനൈസൻസ് കാലഘട്ടത്തിലെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക.
അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് റിനൈസൻസ് കാലഘട്ടത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. സോ നമുക്ക് ആദ്യം അറിയാം, ഒരുപാട് ബുക്സുകൾ ജനങ്ങൾക്ക് വായിക്കാനുള്ളൊരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. മാസ് പ്രൊഡക്ഷൻ ഓഫ് ബുക്സ്. അപ്പോൾ അതിലൂടെ തന്നെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളും ഒരുപാട് റിനൈസൻസ് ഐഡിയാസൊക്കെ സ്പ്രെഡ് ആവുക. അതായത് വായിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഒരുപാട് ആശയങ്ങൾ, ജനങ്ങൾക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആശയങ്ങൾ മനസ്സിലാക്കാനും, അതേപോലെ തന്നെ പഴയകാല ടെക്സ്റ്റുകൾ ട്രാൻസ്ലേഷൻസൊക്കെ വന്നതോടുകൂടി പഴയ കാലത്തെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളൊക്കെ കൂടുതലായിട്ട് ജനങ്ങൾക്ക് വായിക്കാനുള്ള അവസരങ്ങൾ. അപ്പോൾ മറ്റുള്ള ഭാഷകളിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻസ് വരുമ്പോൾ ഭാഷാപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നു. അങ്ങനെ റിനൈസൻസ് കാലഘട്ടത്തിൽ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വ്യത്യസ്തമായ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. സോ ഈ പ്രിൻറ്റിംഗ് പ്രസ് വന്നതോട് കൂടിയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിനാണെങ്കിലും അതുപോലെ തന്നെ ലിറ്ററേച്ചർ ആണെങ്കിലും അതിനൊക്കെ ഒരുപാട് കൂടുതൽ ആളുകളിലേക്ക് എത്താനും ഒരുപാട് രീതിയിൽ അത് ജനങ്ങളെ സ്വാധീനിക്കാനുമുള്ളൊരു അവസരം കൂടിയുണ്ടായി. ഇപ്പോൾ വില്യം കാക്സ്റ്റൺ ആണ് ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് ദി പ്രിൻറ്റിംഗ് പ്രസ് വാസ് എ പവർഫുൾ ടൂൾ ഇൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ഡിബേറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞു മാർട്ടിൻ ലൂതർ കിങ്, അതുപോലെ അവരൊക്കെ ഒരുപാട് വർക്കുകൾ, പാംഫ്ലെറ്റ്സുകളും സെർമൺസൊക്കെ എഴുതിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം പ്രിൻ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഐഡിയാസ് ജനങ്ങളിലേക്ക് എത്താൻ കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ ഇവരുടെ ഐഡിയാസ്, റിഫോർമേഷൻ ഐഡിയാസൊക്കെ ജനങ്ങളിലേക്ക് എത്താൻ കുറച്ചുകൂടി ഈസി ആയതും ഇതിലൂടെയാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജോസഫ് ടു എലിസബത്ത് ഏജിൻ്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 1ൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ യൂണിറ്റ് 1ൻ്റെ ചെറിയ ചെറിയ ടോപ്പിക്സുകളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പോയട്രിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി പോരാ എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.